Commitment objective element PSQ4C, the organization uses appropriate analytical, managerial and statistical tools for its ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ആക്ടിവിറ്റി. ചില സമയത്ത് നമ്മുടെ എംപ്ലോയീസിനെ എടുത്തു കഴിഞ്ഞാൽ നേഴ്സസ്, നമ്മൾ പേഷ്യൻ്റ് നേഴ്സസ് അനുപാതം കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇത് നേഴ്സിംഗ് കെയർ ഡെലിവറി അല്ലെങ്കിൽ ഒരു സർവീസിലെ ഡെലിവറി നമ്മൾ എക്സ്റേയിലോ സി ടിയിലോ ഒക്കെ ആവശ്യത്തിന് സ്റ്റാഫിനെ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അവിടുത്തെ കെയർ ഡെലിവറിയിൽ വലിയ ക്വാളിറ്റി പ്രോബ്ലം വരുന്നുണ്ടാവും. കാരണം ചിലർ ആത്മാർത്ഥമായിട്ട് കിട്ടുന്ന എല്ലാ സമയവും അവരുടെ വർക്കിൻ്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ അതൊരു എക്സ്ക്യൂസാക്കി വെറുതെ നിൽക്കാനും കുറച്ച് മനുഷ്യരുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വരുന്ന സംവിധാനങ്ങളെ നമുക്കറിയാം. 6 സിഗ്മ മെത്തേഡുണ്ട്, അതുപോലെ തന്നെ നമുക്ക് PDSA ഉണ്ട്, ലീൻ ഉണ്ട്. ലീൻ ആക്ച്വലി ടൊയോട്ട 6 സിഗ്മ മോട്ടറോള ഓക്കെ. പല കാലഘട്ടങ്ങളിൽ ഓരോ കമ്പനി അവരുടെ എംപ്ലോയിയുടെ പെർഫോമൻസ് കസ്റ്റമർക്ക് ആനുപാതികമായിട്ട് കസ്റ്റമർക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന വിധത്തിൽ എങ്ങനെ മാറ്റാം, വേസ്റ്റേജ് എങ്ങനെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ച് നല്ല പഠനം നടത്തി ഉണ്ടാക്കിയിരിക്കുന്ന ടൂൾസ് ഉണ്ട്. കാരണം ഒരാളിൻ്റെ, നമ്മുടെ ഒരു എംപ്ലോയിയുടെ ഒരു ആക്ടിവിറ്റി നമ്മുടെ ഒരു കസ്റ്റമർക്കും ഇന്ന് ഒരു റിസൾട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ വേസ്റ്റാണ് അയാളുടെ സമയം. സോ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലെ ക്വാളിറ്റിയെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. ധാരാളം ടൂൾസ് ഈ മേഖലകളിൽ, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്, ഫോഴ്സ് ഫീൽഡ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടും, അഫിനിറ്റി ഡയഗ്രാം, മെട്രിക്സ് ഡയഗ്രാം, ട്രീ ഡയഗ്രാം, ഡിഫറെൻറ്റ് വേ ഓഫ് ഡയഗ്രാംസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതിൽ കൂടെ നമുക്ക് കൃത്യമായിട്ടും നമ്മളുടെ മാനേജീരിയൽ അല്ലെങ്കിൽ സ്റ്റാറ്റിക്കൽ ടൂൾസിനെ ഉപയോഗിച്ചുകൊണ്ട് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ ഓരോ ആക്ടിവിറ്റിയിൽ അതും കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ആശുപത്രി പലപ്പോഴും ആവശ്യത്തിന് പണം ചിലവാക്കി അവിടെ സ്റ്റാഫിനെ, ഫെസിലിറ്റീസിനെ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് എൻഡ് യൂസർക്ക്, നമ്മുടെ കസ്റ്റമർക്ക്, നമ്മുടെ പേഷ്യൻറ്റിന് ഒരു പ്രയോജനവും ഉണ്ടാക്കാത്ത ആക്ടിവിറ്റീസിലേക്ക് പോകുന്നുണ്ടാവും. സോ ഇത് മോണിറ്റർ ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. ഇതൊരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. PSQ4C, ദ ഓർഗനൈസേഷൻ യൂസസ് അപ്രോപ്രിയേറ്റ് അനലിറ്റിക്കൽ, മാനേജറിയൽ ആൻഡ് സ്റ്റാറ്റിക്കൽ ടൂൾസ് ഫോർ ഇറ്റ്സ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ആക്ടിവിറ്റീസ്. നമ്മളെപ്പോഴും ശ്രമിക്കുന്നത് ഒരു പേഷ്യൻറ്റിന് കുറച്ചുകൂടെ ബെറ്റർ ഔട്ട്പുട്ട് കൊടുക്കുക എന്ന തോട്ട് പ്രോസസ്സാണ്. നമുക്ക് എസ്പെഷ്യലി നമ്മുടെ NABHൻ്റെ സർട്ടിഫിക്കേഷൻ അല്ലെ അക്രഡിറ്റേഷന് പോകുമ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം എന്താ, നമ്മുടെ ഓരോ എംപ്ലോയിയും ട്രെയിൻഡ് ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം, അവരുടെ ഓരോ മണിക്കൂറും ഈ ഒരു പേഷ്യൻറ്റിന് ഔട്ട്പുട്ട് കിട്ടത്തക്ക വിധത്തിൽ യൂസ്ഫുൾ ആയിരിക്കണം. അതിന് നമുക്ക് ആക്ച്വലി സാമ്പിളിംഗ് മെത്തേഡ് ഒരുപാടുണ്ട്, കൺട്രോൾ ചാർട്ടുകളുണ്ട്, അനോവ ഉണ്ട്, 6 സിഗ്മ ഉണ്ട്. സോ നമുക്ക് ഏത് ചാർട്ടിംഗ് മെത്തേഡ് വേണമെങ്കിലും ഇവരെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കണം, ചെയ്യണം. PSQ4C കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്.